നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷനിൽ ആശ്വാസ നടപടിയുമായി സർക്കാർ. വെള്ളിയാഴ്ച മുതൽ 2 ഗഡു ഒരുമിച്ച് നൽകും. 1604 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി. 62 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഗുരുതര വീഴ്ചയിൽ നടപടി. നവജാത ശിശുവിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് ആശുപത്രി സൂപ്രണ്ട്. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ഹാജരാകാൻ നിർദ്ദേശം. കേസിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ്. CPM നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. രാജ്യത്തെ നടുക്കിയ ആർജിക്കർ ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കൊൽക്കത്ത കോടതി. സുരക്ഷാ വീഴ്ചയിൽ 17 ലക്ഷം സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കാമുകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പ്രതിക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകില്ലെന്ന് കോടതി. അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം തടവ്. കോടതി മുറിയിൽ നിർവികാരയായി വിധി കേട്ട് ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ് ഷാരൂണിന്റെ കുടുംബം. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടന്നിട്ടുണ്ട്. We're going to make our country greater than ever before. Hello, Washington, and hello, America. We're all over America. അമേരിക്കയിൽ വീണ്ടും ട്രംപ് കാലം തുടങ്ങുന്നു. ഇന്ന് രാത്രി 10:30 സത്യപ്രതിജ്ഞ. ബൈഡൻ സർക്കാരിന്റെ നിരവധി തീരുമാനങ്ങൾ പിൻവലിക്കുമെന്ന് ട്രംപ്. ടിക്ടോക്കിന് തൽക്കാല സംരക്ഷണമടക്കം 100 ഉത്തരവുകളിൽ ആദ്യ ദിനം ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷ. ബ്രൂവറിയിൽ സർക്കാരിനെതിരെ പുതിയ ആരോപണം. ഒയാസിസ് കമ്പനി കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ ഇടം പിടിച്ചത് എത്തനോൾ നിർമ്മാണത്തിൽ മാത്രമെന്ന് BJP. നിയമസഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ്. വിശദമായ വാർത്തയിലേക്ക്. സാമൂഹ്യക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി അനുവദിച്ച സർക്കാർ. 3200 വീതം വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. ഇതിനായി 1604 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷനിൽ 5 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ഈ സാമ്പത്തിക വർഷവും 3 മാസത്തേത് അടുത്ത സാമ്പത്തിക വർഷവും കൊടുത്തു തീർക്കുമെന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. കുടിശ്ശികയിൽ ആദ്യ ഗഡു ഓണത്തിന് നൽകി. ജനുവരിയിലെ പെൻഷനൊപ്പമാണ് ഒരു കുടിശ്ശിക കൂടി തീർക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കു ശേഷം കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പുനരാരംഭിച്ചത്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക. വെള്ളിയാഴ്ച മുതൽ 26.62 ലക്ഷം പേർക്ക് അക്കൗണ്ടുകളിൽ 3200 രൂപ വീതം വന്നു തുടങ്ങും. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിക്കും. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഈ സർക്കാർ വന്ന ശേഷം 35,400 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. അഭിമാന പദ്ധതിയായി സർക്കാർ കാണുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായി CPM വിലയിരുത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി ഇതിനെ ഇടതുമുന്നണിയും കാണുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാനാണ് സർക്കാർ ശ്രമം. അടുത്ത ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ട്രംപ് കാലം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും.
Congratulations, Mr. President. പറഞ്ഞ വാക്കു പാലിച്ച് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കി. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇതിനു മുന്നോടിയായി സ്ഥാനമേൽക്കും മുമ്പേ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇലോൺ മസ്ക് മുതൽ ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണൻ വരെ ടീമിൽ. അമേരിക്കയിൽ അതിശൈത്യം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുറന്ന വേദിയിൽ നിന്നും ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലേക്ക് മാറ്റി. 1985 റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യമായാണ് ചടങ്ങുകൾ ഹാളിനുള്ളിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിനൊപ്പം ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 വർഷത്തേക്കുള്ള ഭരണ പദ്ധതി ട്രംപ് വിശദീകരിക്കും. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പ്രാർത്ഥനയോടെയാവും ചടങ്ങുകൾ സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രതീക്ഷയിലും ജാഗ്രതയിലും ആശങ്കയിലുമാണ് ലോകം. ട്രംപിന്റെ പ്രവചിക്കാനാകാത്ത നീക്കങ്ങളാണ് ഇതിന് കാരണം. 50% ഓഹരി പങ്കാളിത്തം അമേരിക്കയ്ക്ക് നൽകാമെന്ന വ്യവസ്ഥയിൽ ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തനാനുമതി പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ട്രംപ് സ്ഥാനമേൽക്കുന്നത്. അധികാരമേൽക്കുന്നതിന് പിന്നാലെ 100-ലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെക്കുമെന്നാണ് സൂചന. We're going to make our country greater than ever before. Hello, Washington, and hello, America. We're all over America. I'm thrilled to be back with so many friends, supporters, and true American patriots on the eve of taking back our country. That's what we're going to do, take back. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. തീവ്ര ദേശീയതയാണ് നയം. അയൽരാജ്യമായ കാനഡയടക്കം ആശങ്കയിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെയാണെന്ന് പറയാം. അധികാരമേൽക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സുപ്രധാന ഉത്തരവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. കുടിയേറ്റം, വിദേശനയം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നു. കുടിയേറ്റ നയത്തിൽ കടുത്ത മാറ്റമുണ്ടായേക്കുമെന്ന ആശങ്ക ശക്തമാണ്. അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കും മുൻപ് രാജ്യത്തെ അധിനിവേശം നിലച്ചിരിക്കും എന്നാണ് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തും, ജന്മാവകാശ പൗരത്വം നിർത്തലാക്കും. താൻ അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് തുടക്കമാകുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. For the next 4 years, I will fight for you every single day. We're going to be fighting for you. We will expel every single illegal alien, gang member, and migrant criminal operating on American soil. അധികാരമേറ്റെടുക്കും മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അത് പാലിച്ചു. Everybody in this very large arena will be very happy with my decision on the J6 hostages. അധികാരമേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്കിലാണ് ഇനി പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ആഭ്യന്തര ഇന്ധന ഖനനം കൂട്ടാനും ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി നികുതി കൂട്ടാനുമുള്ള തീരുമാനങ്ങളും ഉടൻ വന്നേക്കുമെന്ന് കരുതുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 35%, മറ്റ് 2 രാജ്യങ്ങൾക്ക് 25% നികുതി ചുമത്തിയേക്കും. വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബൈഡന്റെ നയം തിരുത്തി എണ്ണ ഖനനം കൂട്ടാനുള്ള തീരുമാനവും ഉണ്ടായേക്കും. പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് പ്രകൃതി സ്നേഹികൾ കാണുന്നത്. ഗർഭഛിദ്ര നിരോധനം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങളിലെ നിയന്ത്രണം തുടങ്ങിയ ട്രംപിന്റെ നയങ്ങളിലും വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണ ട്രംപിനെ തോൽപ്പിച്ച ജോ ബൈഡൻ അധികാരമേറ്റ ദിവസം തന്നെ ഒപ്പിട്ട 9 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ 6 ട്രംപിന്റെ നയങ്ങൾ തിരുത്തുന്നതായിരുന്നു.
അതിൽ ബൈഡന് ശക്തമായ തിരിച്ചടി ട്രംപ് നൽകാനുള്ള സാധ്യത തള്ളാനാവില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം കഠിന തടവും കോടതി വിധിച്ചു. അതിസമർത്ഥമായ രീതിയിൽ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് AM ബഷീർ വ്യക്തമാക്കി. കേരളത്തെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം കേൾക്കാൻ രാവിലെ മുതൽ തന്നെ കോടതി പരിസരം ജനനിബിഡമായിരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് 10:30 കനത്ത സുരക്ഷാ വലയത്തിൽ ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ചു. തൊട്ടു പിന്നാലെ ഷാരോൺ രാജിന്റെ മാതാപിതാക്കളും കോടതി പരിസരത്തെത്തി. 11 മണിക്ക് ജസ്റ്റിസ് AM ബഷീർ ചേംബറിൽ. കേസ് പരിഗണിച്ചതോടെ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും പ്രതിക്കൂട്ടിലേക്ക്. കോടതി മുറിക്കുള്ളിലേക്ക് വിധി കേൾക്കാൻ ഇരയുടെ മാതാപിതാക്കളെ കൂടി വിളിക്കാൻ ജഡ്ജിയുടെ നിർദ്ദേശം. തുടർന്ന് 48 സാഹചര്യ തെളിവുകളും 57 സാക്ഷിമൊഴികളും ഗ്രീഷ്മ എന്ന അതിസമർത്ഥയായ കുറ്റവാളിയെ എങ്ങനെ അഴിക്കുള്ളിലാക്കിയെന്ന ജഡ്ജിയുടെ നിരീക്ഷണം. പ്രതിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും ഷാരോൺ മർദ്ദിച്ചെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ തെളിവായി ലഭിച്ചെന്ന് കോടതി. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതിനു ശേഷവും ഷാരോണുമായുള്ള ബന്ധം രഹസ്യമായി ഗ്രീഷ്മ തുടർന്നു. 2022 നവംബറിൽ ഷാരോണിനൊപ്പം ഒളിച്ചോടാമെന്ന് വാക്ക് നൽകി. പ്രതിശ്രുത വരനുമായുള്ള ബന്ധം നിലനിൽക്കെ ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ജ്യൂസ് ചലഞ്ചിൽ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഗ്രീഷ്മ വിയോജിപ്പറിയിച്ചിട്ടും ജ്യൂസ് കുടിക്കുന്ന ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈൽ ഫോണിൽ പകർത്തിയത്. സ്ലോ പോയിസണിങ്ങിലൂടെ കാമുകനെ വകവരുത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഇത് നടക്കാതെ വന്നതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി അപായപ്പെടുത്താനുള്ള ശ്രമം പ്രതി തുടങ്ങിയത്. ബ്രൗസിംഗിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തപ്പോൾ കണ്ട അതേ വേദനയാണ് ആശുപത്രിയിൽ ഷാരോൺ അനുഭവിച്ചത്. ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ 11 ദിവസം മരണവേദനയാണ് യുവാവ് നേരിടേണ്ടി വന്നത്. പക്ഷേ പ്രണയത്തിനടിമയായ ഷാരോൺ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ സംശയനിഴലിൽ നിർത്തുന്ന ഒരു മൊഴിയും മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയില്ല. ലൈസോൾ കുടിച്ച് പ്രതി നടത്തിയ ആത്മഹത്യാ ശ്രമം ജീവൻ അപകടത്തിലാകില്ലെന്ന ബോധ്യത്തോടെ തന്നെയായിരുന്നു. അന്വേഷണം വഴിതിരിച്ചു വിടുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് AM ബഷീർ വിധി പ്രസ്താവിച്ചത്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷവും അന്വേഷണം വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങൾക്ക് 5 വർഷവും തടവ് വിധിച്ച കോടതി പ്രതിയുടെ കൊടും കുറ്റകൃത്യത്തിന് തൂക്കുകയർ തന്നെയാണ് അർഹിക്കുന്ന ശിക്ഷയെന്നും വിധിച്ചു. ഷാരോൺ രാജിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിയിൽ പരാമർശമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു വലിയ വിജയമായിട്ട് കാണുന്നു. കൂടാതെ ഇന്ന് വിധിന്യായത്തിൽ അവിടെ കോടതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞത് കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കേരള പോലീസിൽ അതിവിദഗ്ധമായിട്ട് എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണോ ഈ ക്രൈം ചെയ്തത്, പക്ഷേ അതിനേക്കാൾ അതിവൈദഗ്ധ്യത്തോടു കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരെ 3 വർഷം കഠിന തടവിന് വിധിച്ചത്. പ്രതിക്കൂട്ടിൽ നിസ്സംഗതയോടെയാണ് ഗ്രീഷ്മ വിധി പ്രസ്താവം കേട്ടത്. പക്ഷേ കോടതി മുറിക്ക് പുറത്ത് ഷാരോൺ രാജിന്റെ ബന്ധുക്കൾ വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു. പ്രണയമെന്ന സങ്കല്പം തന്നെ അപ്പാടെ കൊല ചെയ്യപ്പെട്ടെന്ന പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായി ശരിവെക്കുന്ന വിധി പ്രസ്താവം. സ്നേഹിക്കുന്നയാളെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നതെന്ന നിരീക്ഷണം. പ്രതിയുടെ പ്രായത്തേക്കാൾ ഇരയുടെ ജീവനാണ് വിലപ്പെട്ടതെന്ന സന്ദേശം കൂടിയാണ് കേരള സമൂഹത്തിന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന്റെ വിധി പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തെളിയിക്കാൻ ഏറെ പ്രയാസമുള്ള കേസിലാണ് ഷാരോൺ വധത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കിയത്. മുഖ്യപ്രതിക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി. വെട്ടുകത്തിയോ കമ്പിപ്പാരയോ തോക്കോ അങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ആയുധങ്ങളൊന്നുമില്ലാതെ നടത്തിയ കൊലപാതകം. പാമ്പിനെ കൊണ്ട് ഉത്തരയെ കടുപ്പിച്ചു കൊന്ന വഞ്ചനയുടെ മറ്റൊരു വശം. പാരാക്വറ്റ് എന്ന കളനാശിനി ഒരിക്കലും ശരീരത്തിൽ നിന്ന് കണ്ടെത്താനാവാത്ത വിധം നടത്തിയ അരും കൊല. മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരവും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിലെ വഴിത്തിരിവ്. ഏറ്റവും ഒടുവിൽ
ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ റിജിൻ എന്ന സുഹൃത്തിനെ ഷാരോൺ ഒപ്പം കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടെന്ന റിജിന്റെ മൊഴി നിർണായകമായി. കളനാശിനിയുടെ സാന്നിധ്യം ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആന്തരിക അവയവങ്ങളിലോ പോലും ഉണ്ടായിരുന്നുമില്ല. ശരീരഭാഗങ്ങൾ അഴുകിപ്പോയതും 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയതുമാണ് തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. ഫോണുകൾ പരിശോധിച്ചതിലൂടെ ചില തെളിവുകൾ കിട്ടിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ കളനാശിനിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. പാരാക്വറ്റ് കമ്പനിയുടെ ഒറീസയിലെ ഫാക്ടറി വരെ അന്വേഷണ സംഘം എത്തി. യൂട്യൂബിൽ തെരച്ചിൽ നടത്തിയത് പ്രതിക്ക് വിനയായി. പ്രതിശ്രുത വരനോടും കാമുകനോടും ഒരേ സമയം നടത്തിയ ഫോൺ കോളുകൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി. ജയിൽ വേണമോ വീട് വേണമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യം. 1-ാം പ്രതിയുടെ അമ്മയും അമ്മാവനും സത്യങ്ങൾ പകൽ പോലെ വിളിച്ചു പറഞ്ഞു. 48 സാഹചര്യ തെളിവുകൾ, 95 സാക്ഷിമൊഴികൾ, 323 രേഖകൾ. ഇതിനെല്ലാം അപ്പുറം 1-ാം പ്രതി കൊണ്ടു നടന്ന ചെകുത്താന്റെ മനസ്സ്. ഒടുവിൽ ഗ്രീഷ്മയുടെ കഴുത്ത് തൂക്കുകയറിന് പാകമായി. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കൊൽക്കത്ത RG മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാനാകില്ലെന്ന് സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ജൂനിയർ ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ കൊൽക്കത്ത RG മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതിക്ക് തൂക്കുകയറില്ല. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBI വാദം കോടതി അംഗീകരിച്ചില്ല. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാകില്ലെന്ന് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കുറ്റം തെളിഞ്ഞതിനാൽ പ്രതി സഞ്ജയ് റോയ് ജീവിതാന്ത്യം വരെ തടവിൽ കിടക്കണം. 50,000 രൂപ പിഴയും ഒടുക്കണം. പശ്ചിമ ബംഗാൾ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കുടുംബം അത് നിരസിച്ചു. നഷ്ടപരിഹാരമല്ല, നീതിയാണ് വേണ്ടതെന്ന് കുടുംബം ജഡ്ജിയോട് പറഞ്ഞു. ഇത് കോടതിയിൽ നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയിയുടെ വാദം കോടതി കേട്ടിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അപ്പോഴും സഞ്ജയ് റോയ് ആവർത്തിച്ചു. പ്രതിക്ക് മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. വിധി ഞെട്ടിച്ചതായും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു. വിധിയിൽ തൃപ്തിയില്ലെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. വധശിക്ഷ നൽകണമെന്ന് ആദ്യം മുതൽ ആവശ്യപ്പെടുന്നതാണെന്നും മമത പറഞ്ഞു. আমি সব বলতে পারবো না, কিন্তু আমি এখনো আপনিও লয়ার, আমিও অ্যাজ এ লয়ার আমি এই কথা বলছি যে আমি তো ডিটেইলস কাগজপত্র দেখিনি, বাট আই এম নট স্যাটিসফাইড, কারণ আমি ফাঁসি হলে অন্তত মনকে সান্ত্বনা দিতে পারতাম. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് RG മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. നീതി ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം ആളിക്കത്തി. മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു RG മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്കല്ല, കൊൽക്കത്തയിൽ ഡോക്ടറെ കൊന്ന പ്രതി സഞ്ജയ് റോയ്ക്കാണ് വധശിക്ഷ നൽകേണ്ടിയിരുന്നത് എന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ ന്യൂസ് 18നോട് പറഞ്ഞു. അതായത് ജീവപര്യന്തം തടവെന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആണത്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസിലെ അത് റയറസ്റ്റ് അമംഗ് റയർ ആവുള്ളൂ. ഇത് നിർബന്ധമായിട്ടും അൺക്വസ്റ്റനബിളി, അതായത് സംശയാതീതമായിട്ട് തന്നെ ഇത് അപര്യാപ്തമാണ് തികച്ചും. അത് ആ ശിക്ഷ ആ കേസിനകത്ത് വധശിക്ഷ നിർബന്ധമായിട്ട് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഗ്രീഷ്മയുടെ കേസ് വരുമ്പോ, അതായത് ഷാരോൺ വധക്കേസ് വരുമ്പോ അതിനകത്ത് യഥാർത്ഥത്തിൽ റയറസ്റ്റ് അമംഗ് റയർ ആവാൻ ഞാൻ ഒന്നും കാണുന്നില്ല. അതിനകത്ത് ഒന്നുമില്ല. എല്ലാവരും പറയും അത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, അത് അങ്ങോട്ട് വന്ന് എനിക്ക് അങ്ങനെ വേണം എന്ന് ആദ്യം അങ്ങ് പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, 24 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, അതിനെ ഒരു കോർണറിൽ കൊണ്ടുപോയി നിർത്തിയേക്കുക, അതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അങ്ങനെ വന്നപ്പോ അത് വിഷം കലക്കി കൊടുത്തു. വിഷം അത് കലക്കി കുടിക്കാൻ പറ്റുന്നും അതിൽ നിന്ന് അവൻ ചോദിച്ചപ്പോൾ ഒഴിച്ചു കൊടുത്തെന്നും ഒക്കെ പറയുന്നത് എത്രത്തോളം ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരിൽ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തയ്യൽ സ്വദേശി ശരണ്യയാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുത്തതിന് ശേഷമാണ് ആത്മഹത്യാ ശ്രമം. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ശരണ്യയുടെ ആത്മഹത്യാ ശ്രമം. 2020 ഫെബ്രുവരി 17-നായിരുന്നു കൊലപാതകം.
എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതു ജയന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. പ്രതി ഋതു ജയനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഋതുവിന്റെ വീട് ആക്രമിച്ചത്. വീടിന്റെ ജനൽ ചില്ലുകളും സിറ്റൌട്ടിന്റെ ഒരു ഭാഗവുമാണ് തകർത്തത്. ഋതു പോലീസ് പിടിയിലായതോടെ അച്ഛനും അമ്മയും ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നതിനാൽ ആക്രമണം നടക്കുമ്പോൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഋതുവിന്റെ സുഹൃത്തായ ഗോവിന്ദ്, ഋതുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ സുഹൃത്ത് ജിബിൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിക്കെതിരെ ജനരോക്ഷം ശക്തമായതിനാൽ ആക്രമണത്തിന് പിന്നാലെ ഋതുവിന്റെ വീട്ടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് ഋതു അതിദാരുണമായി കൊലപ്പെടുത്തിയത്. പരിക്കേറ്റ ജിതിൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്തി ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്തു. പരിയാരം പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ മാസം 24-നായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കുട്ടി ജനിച്ചത്. കുഞ്ഞ് ജനിച്ച് 2-ാം ദിവസം കുത്തിവെപ്പ് എടുത്തിരുന്നു. അന്നു മുതൽ കുഞ്ഞ് നിർത്താതെ കരയുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തതായി മാതാപിതാക്കൾ പറയുന്നു. കുഞ്ഞിന് വാക്സിനേഷൻ എടുത്ത ഭാഗത്ത് കുരുപോലെ വന്ന് പഴുക്കാനും തുടങ്ങിയിരുന്നു. പിന്നീട് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ തുടയിൽ നിന്ന് 3 സെന്റിമീറ്റർ നീളമുള്ള സൂചി കഷ്ണം കണ്ടെത്തിയത്. തുടയിൽ പഴുപ്പും ബാധിച്ചു തുടങ്ങിയിരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവെപ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി പെരിങ്ങോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തുടർന്നാണ് കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ 4-അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. കലോത്സവ റിപ്പോർട്ടിംഗിനിടയിലെ ദ്വയാർത്ഥ പ്രയോഗ കേസിൽ ഡോക്ടർ അരുൺകുമാറിന് മുൻകൂർ ജാമ്യം. കേസിൽ സർക്കാരിനെയും പോലീസിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP S ശ്രീജിത്ത് കേസ് അന്വേഷിക്കും. റഷ്യയിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെയും പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി. യുവാക്കളുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത്. ബുധനാഴ്ച അധ്യാപകരും ജീവനക്കാരും പ്രഖ്യാപിച്ചിരുന്ന പണിമുടക്കിന് ഡയസ്നോൺ ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ്. പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കും. അവശ്യ സാഹചര്യങ്ങൾ ഒഴികെ അവധി നൽകരുതെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് സംരക്ഷണം നൽകും. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകളാണ് പണിമുടക്കുന്നത്. CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലും സൂചനാ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. UDF ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേർന്നാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. BJP അംഗങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ നിയോജിക്കാനും വിയോജിക്കാനുമില്ലെന്നായിരുന്നു LDF അംഗങ്ങളുടെ പ്രതികരണം. 22-അംഗ ഭരണസമിതിയിൽ 9 UDF അംഗങ്ങളും 5 BJP അംഗങ്ങളും ബ്രൂവറിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തെ എതിർത്തു. 8 LDF അംഗങ്ങളിൽ യോഗത്തിൽ പങ്കെടുത്ത 5 പേർ തൽക്കാലം വ്യക്തമായ നിലപാട് സ്വീകരിക്കാനില്ലെന്നറിയിച്ചു. യോഗത്തിനിടെ CPM BJP അംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. സർക്കാരിനെ വിയോജിപ്പ് അറിയിക്കാനാണ് ഭൂരിപക്ഷ തീരുമാനമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ. പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സാധാരണക്കാർ ഇതൊക്കെ വെച്ചുകൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെന്റ് ഇത് പുനഃപരിശോധിച്ച് ഈ ഒരു സംവിധാനത്തിൽ നിന്നും, ഈ സംരംഭത്തിൽ നിന്നും ആ കമ്പനിയെ
മാറ്റണം എന്നുള്ളത് അറിയിച്ചും കൊണ്ടാണ് ഇന്ന് ഈ പ്രമേയ രൂപത്തിൽ ചർച്ചയാണ് നടന്നത്. സർക്കാർ അന്തിമ തീരുമാനമെടുക്കുമ്പോൾ നിലപാട് പറയാമെന്ന് LDF അംഗങ്ങൾ പ്രതികരിച്ചു. ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ കൂട്ടല്ല. CPM എന്ന ആ പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് ദോഷം വരുന്നതിന് ഞങ്ങൾ ഭരണസമിതി എടുത്ത തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ആ അജണ്ട ഒരു തൃപ്തികേടാണ്. ആ അജണ്ട എടുത്തതിൽ ഒരു തൃപ്തികേടാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും പറയാനല്ലോ. അല്ല, ആ കമ്പനിക്ക് അതെല്ലാം കെട്ടിടം കെട്ടാനുള്ള അനുമതിക്കാൻ പറ്റും. എന്തിനെങ്കിലും നമുക്കിവിടെ ഓപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു അജണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്മേൽ തീരുമാനം പറയാം. അവിടെ മദ്യക്കമ്പനി വരുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? മദ്യക്കമ്പനി വരുന്നതിനോട് അതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എത്തനോൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയുടെ മറവിലാണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതെന്ന് BJP ആരോപിച്ചു. ഒന്നാം ഘട്ടത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റാണ് പറയുന്നത്. മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കാനാണ് ഒയാസിസ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. എത്തനോളിന്റെയും അതുപോലെ തന്നെ ENAയുടെയും മറവിൽ ഈ ഒയാസിസ് കമ്പനിക്ക് വിദേശ മദ്യം നിർമ്മിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ശ്രീ MP രാജേഷും സംസ്ഥാന സർക്കാരും ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ആരോപിക്കുക. ഈ പ്ലാന്റ് ആ എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. പദ്ധതി പിൻവലിക്കും വരെ സമരമുഖത്തുണ്ടാകുമെന്നാണ് കോൺഗ്രസ് BJP നേതൃത്വങ്ങളുടെ നിലപാട്. ന്യൂസ് 18 പാലക്കാട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങളായ വൃക്ഷ ആയുർവേദം, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഓൾമൈറ്റി എന്നിവ പ്രകാശനം ചെയ്തു. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രകാശനം നിർവഹിച്ചു. ശ്രീധരൻപിള്ളയുടെ 251ാമത്തെയും 252ാമത്തെയും പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. സാഹിത്യം, വിശകലനവും വിലയിരുത്തലും എന്ന പ്രമേയത്തിൽ സെമിനാറും നടന്നു. വോക്കറൂവിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. വോക്കറൂവിന്റെ ക്ലാസിക്കോ, അർബാനോസ്, ആക്റ്റീവ് ബീഡ്സ് എന്നീ 3 ശ്രേണികളാണ് ലോഞ്ച് ചെയ്തത്. നടി കീർത്തി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡായി വോക്കറു മാറുമെന്ന് മാനേജിംഗ് ഡയറക്ടർ V നൌഷാദ് പറഞ്ഞു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.